Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala asrafil makhluqin wa ala alihi wa sahbihi ajma'in. Amma ba'd. Bismillahirrahmanirrahim. Yarfa'illahu alladhina amanu minkum walladhina utul ilma darajat. Sadaqallahu alladhil azim. സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് അവர்கள், ഇവിടെ സ്റ്റേജിലുള്ള മഹാന്മാരായ ഉസ്താദന്മാർ, മുമ്പിലുള്ള ഉസ്താദന്മാർ, ഇവിടെ കൂടിയ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മഹാനായ താജുൽ ഉലമ മഹാനവരുകളെ സംബന്ധിച്ച് ഇവിടെ ചൊല്ലുകു ചെമ്മ ആൽമാറുള്ളാറ് എന്നിരിക്കവേ ഞാൻ അതിനെ സംബന്ധിച്ച് ചെമ്മെന്തും പലക്ക പറയുക ഞാൻ ഉദ്ദേശിക്കില്ല. പലക്ക പറയുക തീരെ നല്ല ആൽമാറുടെ ഉള്ളാറ്. എങ്കിലും നൻ്റെ അനുഭവത്തിൽപ്പെട്ട ഒന്ന് രണ്ട് വിശേഷം നോട്ട് ഞാൻ നിപ്പാട്ടെ. അതൊക്കെ മുന്നലായിട്ട് ലാസ്റ്റ് പലക്ക നിപ്പാട്ടുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറന്നു പോകേണ്ട വേണ്ട. ഇപ്പമേ ഞാൻ ഈ മഹത്തായ പരിപാടിയെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധ നാമം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉസ്താദ് മഹാനായ ശൈഖുന തങ്ങളോട്ട് കോളേജ് സയ്യിദ് മദനി അറബി കോളേജ് അവിടേക്ക് മുന്നലെ ദർസിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൽമാറായിരിക്കണം. ബഹുമാനപ്പെടുന്നവരെ കാസിം ഉസ്താദും കുറേ കാലം അവിടെ ഇന്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ കാലത്ത് കോളേജില്ല. ഉസ്താദ് അല്ലാണ്ട് വേറെ ഉസ്താദിൽ ഒരു സഹായിയായ അസിസ്റ്റാൻ മുദരിസ് ബായാർ ഉസ്താദ് അയാളൊട്ടും, അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉസ്താദിലോട്ടും ജണ്ടാലോട്ടും നമുക്ക് സബക്ക് കഴിഞ്ഞു. അപ്പല്ല വലിയ വലിയ മഹാന്മാരായിപ്പത്ത് ഞങ്ങളെ ബേക്കർ ഉസ്താദ്, മാനി ഉസ്താദ്, കങ്കനാട്ടി ഉസ്താദ്, അതുപോലെ പൂഞ്ചൽഘട്ട ഉസ്താദ്, ഇങ്ങനത്തെ മഹാന്മാരായ ഉസ്താദന്മാരെല്ലാം അവിടെ ഇന്നാറ്. അങ്ങനെയുള്ള വലിയ വലിയ മട്ടത്തിൽ ഇന്ന ആൾമാർ ചില കിതാബ് ഇഹിയ, അതുപോലെ മഹല്ലി, ഇങ്ങനത്തെ ഞങ്ങൾ ഒട്ടിക്കുകയും ബാക്കി നമുക്ക് വായിച്ചു കൊടുത്തണ്ട്. ഇങ്ങനത്തെ നല്ല നിലക്കുള്ള ഞങ്ങളെ തർബിയതെല്ലാം ഞങ്ങളെ കയ്യിലുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ താജുൽ ഉലമ ശൈഖുന ഉസ്താദ് അവരുടെ അണ്ടത്തെ ജീവിതം നോക്കി അവിടെയുള്ള ആൾമാരെല്ലാം അത്ഭുതപ്പെട്ടു പോവാറ്. അത്രത്തോളം ദീനിയായ പ്രവർത്തനം ആയിട്ടുണ്ട്. സുബീത്ത് പിടിച്ച് സുബി നിസ്കരിച്ചിൽ പിന്നെ തുടങ്ങിയ ദർസ് അസർ നിസ്കരിച്ചിട്ടായിട്ടും കഴിഞ്ഞെങ്കിൽ പിന്നെ പരിപാടിയായിട്ട് പോകും. മഹാനവറുകൾക്ക് സാധാരണ എത്രയോ റായ അക്കാലത്ത് ചൊല്ല കേട്ടോണ്ടിരുന്ന നടന്നിട്ട് പോയ എത്രയോ സ്ഥലമുണ്ട്, എത്രയോ മദ്രസ, ദർസ്, കോളേജ്, ഇങ്ങനത്തെ ദീനീ സ്ഥാപനത്തിന് പേരുമായിട്ട് സുന്നത്ത് ജമാഅത്തിന് പേരുമായിട്ട് ത്യാഗം ചെയ്ത ആ കാലത്ത് നടന്നോണ്ട് പോയിട്ട് എത്രയോ ചെയ്തതുണ്ട്. എത്രയോ സ്ഥാപനങ്ങൾക്ക് തറയിടലും ഉദ്ഘാടനക്കാരും വാഴ പറയാറുണ്ട്. ജാമന 4 ഗಂಟೆಗೆಲ್ಲ ചില സമയത്ത് വരെ കാണാൻ വറക്കില്ല ജാമന. എങ്കിലും ഒരുക്ക ജപ്പു ആ സംഘ ആ വണ്ടി റെയിൽ പോലെ സംഘത്തെ മേലെ മാർഗത്തെ മേലെ ഒരു സംഘം ഉണ്ടല്ലേ ജപ്പു മുഖേന. അവിടെ എത്തുമ്പോൾ ഡ്രൈവർ തൂങ്ങിയിട്ട് കാർ ഒരു തിരിയൽ തിരിഞ്ഞെത്തും. അപ്പമേ യാ ഹഫീദ് യാ ഹഫീദ് യാ ഹഫീദ്, പേടിക്കണ്ടടാ പേടിക്കണ്ടടാ ഡ്രൈവർ. അപ്പമേ കാർ തിരിഞ്ഞിട്ട് അവിടെ നിന്നെത്ത് ഇനി ഓടിക്കണ്ട, പിന്നെ വിട്ട് ഓടിച്ച്. ഇങ്ങനത്തെ വലിയ 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 പല അത്ഭുത മഹാനായ താജുൽ ഉലമ ഉണ്ടായി. അങ്ങനെ ബഹുമാനപ്പെട്ട
മഹാനവറുകളുടെ നാവ് ചെന്ന് സാധാരണ ഒരു നാവല്ല, വലിയ അസറുള്ള നാവായിട്ട് ഞങ്ങളെ കാജൂരായി കാണുമ്പോൾ കാജൂരിൽ ഒരു ഉറൂസിലെ നാല് ബഹുമാനപ്പെട്ട മഹാനായ താജുലുലമ ശൈഖുൽ ബഹുമാനപ്പെട്ട മഞ്ഞാനാടി ഉസ്താദും കൂടിയ ആ സദസ്സിൽ അവിടെ ഒരു ചെറുക്കടെ കൂട്ടിയാണ് വന്നിട്ട് ഒരു കിടാവിടെ കൂട്ടിയാണ് വന്നിട്ട് ചൊന്നാൽ ഈ കിടാവ് പ്രസവത്തിൽ പിന്നെ പലക്ക പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മഹാനായ താജുലുലമ അതേ സദസ്സിൽ നല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. അതൊക്കെ ബഹുമാനപ്പെട്ട മഞ്ഞാനാടി ഉസ്താദ് ആമീൻ. അപ്പം തന്നെ നാവ് പലക്ക പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല കാജൂരിലാണ് കൊടുക്കുന്നത്. ഇത് ആ മാലയിലെല്ലാം കാണാം, കാജൂർ മാലേൻ്റെ ഒരു മാല അതിലെല്ലാം കാണാം. അതേപോലെ എൻ്റെ അനുഭവത്തിലൊന്നും എന്തിനാ ചെയ്യുന്നത്, ഞാൻ ഒരു അன்று അക്കാലത്തോടെ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു താന എന്തും தெரியாത്ത ഒരു മനുഷ്യനായിട്ട് ഞാൻ അക്കരങ്ങാടിയിൽ പോയിട്ട് ദർസ് അവിടെ പോയിട്ട് ഖതീബ് റസൂൽ ഏറ്റെടുത്തിട്ട് ദർസ് തുടങ്ങുന്നു വെച്ചു. ദർസ് തുടങ്ങുമ്പോൾ ഒരു ഒത്തായ്മ ഉസ്താദിൻ്റെ നിമിഷമുള്ള ഉസ്താദ് എന്താണ് ദർസ് വേണം, ഇനിയാണ് പഠിക്കാനുള്ളത്. ആ നഷ്ടപ്പെട്ട സമയമെല്ലാം നിനക്ക് കിട്ടണമെങ്കിൽ അതിന് കുറച്ച് ദർസിന് കുറച്ച് കുട്ടികൾ വേണം, ഒരു ദർസ് വേണം. ഈ ഉസ്താദിന്റെ നിർബന്ധത്തിൽ വേണമായിട്ടായിട്ടിരിക്കുന്ന ആ ദർസ് തുടങ്ങി. എന്നല്ലാതെ ദർസ് തരപ്പെട്ട ആൾ ഞാനായിട്ടില്ല. അങ്ങനെ ഉസ്താദിനെ കൂട്ടിയാണ് വന്ന് ദർസുമായിട്ട് എല്ലാം ഏർപ്പാടാക്കിയത്. അവിടെ വെച്ചിട്ട് തഫ്സീർ ഫസ്റ്റ് ഒരു മുഅല്ലിം അവിടെ വായിച്ചത് തുടങ്ങി. എന്നിട്ട് ഉസ്താദ് അവിടെ കേൾക്കരുത്. മുതാലിമിന്റെ കാറിൽ അവിടെ ചോറ് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോരോ ചെന്നാൽ നാനൊരു ചോറ് കൊടുക്കിടത്ത നാനൊന്ന് കൊടുക്കിട 7 ആൾക്ക് ചോറായി. 7 ആൾക്ക് ചോറായിട്ട് അമ്പത്ത് ഉസ്താദ് ചൊല്ലു മതിയടാ, 7 ആൾക്കാർക്ക് ചോറായി, 7 മുതാലിമിലെടുക്കാം മതി. അങ്ങനെ ദർസ് തുടങ്ങി പോയി. അക്കാലത്ത് മുതാലിമിന് എത്രയും കിട്ടുവാറ്. അങ്ങനെ മുതാലിമിന് വന്ന് 7 അങ്ങനെ 8 ആയെങ്കിൽ 1 പോകും. അതിൽ ഒലിമ്പുവായെങ്കിൽ 2 പോകും. 10 എടുത്ത് 3 പോകും. 7 കാട്ടി 6 മുതാലിമ നിൽക്കില്ല. എന്തേ ഉസ്താദ് ചൊന്നു 7 ചോറായി മതി. അതേ ഒരു അസറായിട്ട് 7 കാട്ടി എത്ര എടുത്തിട്ടും നമുക്ക് അവിടെ നിൽക്കില്ല. അങ്ങനെ അവിടെ അവിടെ സാധാരണ വർഷം ഉറൂസ് നടക്കും. അപ്പൊ ആ ഉറൂസ് ഉസ്താദ് കുട്ടിയാണ് വരുന്നത്. അപ്പൊ അവിടെ റായത്തമ്മ ഒരഭിപ്രായം ഒരു 15 മുത്താലിമിങ്ങനെ എടുത്തിരും കാവത്ത്. അപ്പൊ ഉസ്താദ് ചൊല്ലു നോക്കല്ല അവിടെ പേടിയോ. അങ്ങനെ അവിടെ പൂക്കുഞ്ഞ് തങ്ങാണ്ട് ഒരാൾ കാസർഗോഡ് കൂടുതൽ കാസർഗോഡ് ഒരു തങ്ങ വന്നോണ്ടി അയാൾ അപ്പടെ മക്കബറല്ല. അങ്ങനെ അയാളോട്ട് ചെല്ലുവാടി തങ്ങളെ ഉസ്താദ് വന്നിട്ട് ദർസ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിച്ചു. അങ്ങനെ 7 കാട്ടി 6 മുത്താലിയും കൂടെ നിൽക്കില്ല. ഒരു പൊടിഞ്ചാൽ പോരുകൂടെ റായത്തെ അഭിപ്രായമാണ് ആയതുകൊണ്ട് ഉസ്താദോട്ട് നിങ്ങൾ ചൊല്ലുന്നു. അയാൾ ഉസ്താദോട്ട് ചൊല്ലുന്നുണ്ട്. ആയിക്കോട്ടെ 15 എടുത്തു. അങ്ങനെ ഉസ്താദ് ചൊല്ലുന്നു. പരിപാടി കഴിഞ്ഞിട്ട് ഉസ്താദ് പോയി. അങ്ങനെ മുത്താലിമിന് പിന്നെ നിൽക്കോ തുടങ്ങി. എത്രത്തോളം പൊടിഞ്ചിരാട്ടി 1 6 ബന്ധങ്ങൾ കൊണ്ട് 20 എടുത്തെങ്കിൽ അവിടെ 5 പോയി. അപ്പൊ നക്ക് തലക്കലത്ത് ഇത് ഉസ്താദിന്റെ അവിടെ ഗുണം. അങ്ങനെ നാണോർക്ക ഉല്ലാദ് ഉസ്താദോട് പോയപ്പോ ഉസ്താദ് എടുത്തു. അവിടെ ഉണ്ടല്ലേ ദർശന എത്ര കുട്ടികൾ? 15. വലിയ ദർശായി. ഈ തരുന്നിട്ടാമത് ഉസ്താദ് സംഗതി ഇങ്ങനെ ആദ്യം ദർശ തുടങ്ങാൻ വന്നപ്പോ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു. അത് 7 കാട്ടി അപ്പുറം കുട്ടികളോട് നിൽക്കലുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോൾ തങ്ങളോട് ഇങ്ങനെ പറയിപ്പിച്ച് തങ്ങൾ 15 എടുത്തു എന്ന് പറഞ്ഞു ഉസ്താദ്. 15 ജാസ്തി അങ്ങോട്ട് നിൽക്കുന്നില്ല. അപ്പോൾ നാട്ടുകാർക്ക് കുറച്ച് ജാസ്തി കുട്ടികൾ എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ എത്രയും എടുത്തു ഉസ്താദ് എത്ര ഇങ്ങനത്തെ എത്രയോ കറാമത്തുണ്ട് കണ്ടില്ലേ അബൂദാബി. ഞങ്ങൾ ആ സാഹചര്യത്തെ മറിച്ചു പോയ അയ്യൂബ് ഖാന്റെ പ്രസംഗത്തിൽ കേട്ട്
അബൂദാബിയിൽ ഒരു പക്കത്ത് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറിലെ പെട്രോൾ തീർത്തു. ഇത് എന്നെ തീർന്നു. അപ്പം ഡ്രൈവർ ചോദിച്ചു, തങ്ങൾ ഉപ്പാപ്പ എന്നെ തീർന്നു, ഇനി ഓടിക്കാൻ സാധിക്കും. എന്താടാ ഓടിക്കണം? ഓടിക്കുന്നല്ല പറഞ്ഞത്, ഓടിക്കണം. ഇയാൾ പേടിച്ചിട്ട് ഉസ്താദ് പേടിച്ചിട്ട് ഇയാൾ ഇവിടെ നമ്മൾ എത്തനായ സ്ഥലത്തോളം യാതൊരു തകരാറില്ല. ഇങ്ങനത്തെ എത്രയോ കാര്യം ബഹുമാനപ്പെട്ട മഹാനായ തങ്ങൾ ഉസ്താദ് ഉണ്ടായി. അങ്ങനത്തെ വലിയൊരു മഹാനായിട്ട് മാത്രമല്ല എത്രയോ ഉസ്താദന്മാരായ ബഹുമാനപ്പെട്ട ഈ ഭാഗത്തിൽ വലിയ അറിയപ്പെട്ട ആൾമാർ, ബഹുമാനപ്പെട്ട ഞങ്ങളിപ്പോൾ ബേക്കൽ ഉസ്താദ്, അതേപോലെ സർക്കാവി നെല്ലിക്കുന്നൂർ മുദർരിസായിട്ടിൻ്റെ സർക്കാവി ജില്ലയിൽ ആ സർക്കാവിൻ്റെ പേര് കിട്ടൂല. കാരണമേ ഉസ്താദുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു വിഷയം കേൾക്കുമ്പോൾ എവിടെ ഉണ്ടാണ് എവിടെ പറഞ്ഞത് അത് സർക്കാവിൽ അതിക്ക് ഉസ്താദ് കൊടുത്ത ഒരു പേരുള്ള അത് സർക്കാവി. അതിൽ കിതാബിൻ്റെ പേര് നെല്ലിക്കുന്നൂർ മുദർരിസായിട്ട് അയാളും അതുപോലെ ഈ കെ സംസുലമ ഈ കെ ഉസ്താദ് ഉള്ളാലത്തെ ഉസ്താദ് ഞാൻ ഇപ്പം താമസിച്ചുകൊണ്ടുള്ള ആളുകൾക്ക് പാണങ്ങോടെ പള്ളിയിൽ ഇപ്പുറത്തെ പള്ളിയിൽ കാര്യപരിപാടി പണ്ടേ വന്നുകൊണ്ടിരിക്കുവാറുണ്ട്. അപ്പം ഞങ്ങൾ ഓരോരിൽ ഓതുന്ന കാലമായിട്ട് ഓരോരിൽ ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കും. ഈ ഭാഗത്ത് ഉള്ളാപെട്ടെങ്കിൽ പിന്നെ വലിയ ദർശനം വന്ന് സരിപ്പ ഇതൊന്നും അതിലേക്ക് അവിടെ ഈസ്ഫാജിൻ്റെ ഒരു ഉസ്താദി ആ സമയത്ത് വലിയ പ്രസംഗികൻ വലിയ കിതാബിയും ഈ ഭാഗത്ത് വലിയ ദർശനമുള്ള ഒരാളായിട്ട് അതിൽ പിന്നെ മൂലൂരിലെ ഒരേ കാലത്ത് താമസിച്ചിട്ട് അവിടെ മരിച്ചിട്ട് അവിടെ ഞങ്ങൾ അവിടെ ഓതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ ഞങ്ങൾ ചെയ്ത ഈ ഉള്ളാലത്തെ ഉസ്താദ് പണ്ടുള്ള ചെന്നിട്ട് ഉസ്താദിനെ കാണുമ്പോൾ ആരെടുക്കത്ത് വന്നു. അങ്ങനെ ആരെടുക്കത്തെ പള്ളിയിൽ മഗ്‌രിബോടെ എത്തിയ അങ്ങനെ ഈശാൻ കഴിഞ്ഞിട്ട് അങ്ങനെ വാദൂട്ടായ മാമു ബഹുമാനപ്പെട്ട മഹാനായ ശംസുൽ ഉലമ ഈ കെ ഉസ്താദും ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉസ്താദും അതുപോലെ സർക്കാവി ഉസ്താദും മൂന്നാളും ഒരേ നല്ല കറുകറുത്ത താടി, നല്ല തലങ്കട മുഖം, മൂന്ന് മുഖം. എന്നിട്ട് അവിടെ വന്നിട്ട് ഇത് നസീഹത്ത് ഇറങ്ങി. അവിടെ ആയിട്ട് ഞാൻ ഈ ഫസ്റ്റ് ഉസ്താദിനെ കണ്ടു. ഞാൻ ഉസ്താദിനെ കണ്ട പള്ളി ആ പള്ളി ഇപ്പം അതിൽ തൊട്ടടുത്ത് എന്നാണ് അവിടെ സ്വർത്തുള്ള ആ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആ കണ്ടപ്പോഴേ ഈ ഉസ്താദ് നക്തൽ പഠിക്കണമെന്ന് എൻ്റെ മനസ്സിൽ പഠിക്കുന്നു. മാത്രം ആ ഭാഗ്യം ഉണ്ടായില്ല. അള്ളാഹു എത്തുവാക്കിയ എന്തു ആവട്ടെ ആ ശിഷ്യന്മാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാം പെടുത്തിയ ഞങ്ങൾ സുമാറാൽമാരുള്ള ഉടലിലെ കാസിം ഉസ്താദ്, ഹൈദർ ഉസ്താദ്, ഇതെല്ലാം ഉസ്താദ്മാരും ഞങ്ങൾ ഒട്ടിക്കുന്ന ആൾമാർ. അള്ളാഹു തആല ആ ഉസ്താദിന്റെ ദർജ അള്ളാഹു ഏറ്റി കൊടുക്കരുത്. ആ ഉസ്താദോട് കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബ സമാധി സമേതം അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടിട്ട് ഞങ്ങൾ ഈ ചെയ്ത കാര്യത്തെ അള്ളാഹു ഒരു ഭാരമേറിയ അമലായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ പലകഥനായി പാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.